കരയിൽ എല്ലാവരും ഇവരെ ഒഴിവാക്കിയതുകൊണ്ട് അവസാനം ഇവർ കടലിൽ ഒരു രാജ്യം പണിയാൻ തീരുമാനിച്ചു. നൂറുകണക്കിന് ടൺ സ്റ്റീൽ ഉപയോഗിച്ച് കടലിൽ ഇവർ ഒരു രാജ്യം പണിയാൻ തുടങ്ങി. തിരമാലകളെ അതിജീവിച്ച് 2 ആഴ്ച കൊണ്ട് 3000 മീറ്ററോളം വിസ്തൃതിയുള്ള അടിത്തറയിട്ടു. കടലിനടിയിൽ നിന്ന് ശുദ്ധജലം കൂടി ലഭിച്ചതോടെ ഇതൊരു സ്വതന്ത്ര രാജ്യമാണെന്ന അവരുടെ വാദം ശക്തമായി. ഇവർ അതിനെ കാട്ടാക്കടവ് എന്ന പേരും വെച്ചു. കോസ്റ്റ് ഗാർഡ് എത്തിയെങ്കിലും അന്താരാഷ്ട്ര പരിധിയിലായതിനാൽ അവർക്കൊന്നും ചെയ്യാനായില്ല. ഇതിനിടെ ഒരു ശക്തമായ കൊടുങ്കാറ്റിൽ കടലിൽ അകപ്പെട്ട ഒരാളെ അവർ രക്ഷിച്ചു. ആ നിർമ്മാണ തൊഴിലാളി രാജ്യത്തെ ആദ്യത്തെ പൗരനായി മാറി. വിനോദസഞ്ചാരികളെ ക്ഷണിക്കുകയും ചെയ്തു. കുറഞ്ഞ കാലം കൊണ്ട് വൻ ലാഭമുണ്ടാക്കിയ ഈ വളർച്ച സർക്കാരിനെ പ്രകോപിപ്പിച്ചു. ചാരന്മാരെ വിട്ടെങ്കിലും അവിടുത്തെ സ്വാതന്ത്ര്യത്തിൽ ആകൃഷ്ടരായി അവർ അവിടെ തന്നെ താമസമുറപ്പിച്ചു. ആയിരങ്ങൾ പൗരത്വം ഉപേക്ഷിച്ച് ഇങ്ങോട്ട് വരാൻ തുടങ്ങിയതോടെ അഴുക്ക പ്രസിഡന്റ് യുദ്ധക്കപ്പലുകൾ അയച്ച് ദ്വീപ് വളഞ്ഞു. ഭീഷണിപ്പെടുത്തിയും പണം വാഗ്ദാനം ചെയ്തും ഒത്തുതീർപ്പിന് ശ്രമിച്ചെങ്കിലും സ്വാതന്ത്ര്യം ലക്ഷ്യമിട്ട നേതാക്കൾ ആദ്യം വഴങ്ങിയില്ല. എന്നാൽ അവസാനം $20 ബില്യൺ ഓഫറിന് മുന്നിൽ അവർ സമ്മതിച്ചു. തുടർന്ന് തങ്ങളുടെ സ്വപ്നദ്വീപ് അവർ തന്നെ ബോംബ് വെച്ച് തകർത്തു. ആ കുഞ്ഞു രാജ്യം അങ്ങനെ കടലിൽ താന്നുപോയി.